അത്യന്തം ആവേശകരമായ മത്സരത്തിനൊടുവിൽ ജമ്മു കാശ്മീരിനെതിരായ ക്വാർട്ടർ ഫൈനൽ സമനിലയിൽ പിടിച്ചുകൊണ്ട് കേരളം രഞ്ജി ട്രോഫിയുടെ സെമിയിലേക്ക് കടന്നിരിക്കുകയാണ്. പൂനെ മഹാരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ അവസാന ദിനം 399 റൺസ് എന്ന വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റേന്തിയ കേരളം അഞ്ചാം ദിനം പൂർത്തിയാകുമ്പോൾ 295 റൺസാണ് നേടിയത്. ബോളിംഗ് മികവിൽ ഇന്ത്യൻ താരങ്ങൾ ഏറെ അണിനിരന്ന മുംബൈയെയും ബറോഡയെയും പിന്നിലാക്കിക്കൊണ്ട് 35 പോയിന്റോടെയാണ് കശ്മീർ എ ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനക്കാരായിരുന്നത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരൊറ്റ മത്സരവും തോൽക്കാതിരുന്ന ടീം കൂടിയായിരുന്നു കശ്മീർ. അങ്ങനെ ഈ സീസണിൽ അത്ഭുത പ്രകടനം നടത്തിയ ടീമിനെതിരെയാണ് കേരളം അതിലും വലിയ അത്ഭുത പ്രതിരോധത്തിലൂടെ സമനില പിടിച്ചത്. ആദ്യ ഇന്നിംഗ്സിൽ ആദ്യം ഫോളോ ഓൺ ഭീഷണിയും പിന്നീട് വലിയ ലീഡ് വഴങ്ങൽ ഭീഷണിയും മുന്നിൽ കണ്ടെടുത്തു നിന്നും പൊരുതി തിരിച്ചുവന്ന് 1 റൺസിന്റെ ലീഡ് നേടുന്നു. ആ 1 റൺസ് ലീഡിന് ഒരു സെമിയുടെ വിലയാണുണ്ടായിരുന്നത്. ആ 1 റൺസ് ലീഡിന്റെ മാത്രം ബലത്തിൽ ജമ്മു കാശ്മീർ ഉയർത്തിയ 399 റൺസ് എന്ന വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് ചെയ്ത കേരളം പിന്നീട് രണ്ടാം ഇന്നിംഗ്സിൽ 1.5 ദിവസത്തോളം നീണ്ട ബോളിംഗ് പരീക്ഷണത്തെ ക്ഷമാപൂർവ്വം നേരിട്ടാണ് സമനിലയും അതുവഴി സെമി ഫൈനൽ സ്ഥാനവും സ്വന്തമാക്കിയത്. രഞ്ജി ട്രോഫി നിയമങ്ങൾ പ്രകാരം മത്സരം സമനിലയിലായാൽ അടുത്ത റൗണ്ടിലേക്ക് മാർച്ച് ചെയ്യുക ആദ്യ ഇന്നിംഗ്സിൽ ലീഡ് നേടിയവരാണ്. ഈയൊരു വിജയത്തോളം പോന്ന സമനിലയ്ക്ക് കേരളം നന്ദി പറയേണ്ടത് ടീമിലെ എല്ലാ താരങ്ങൾക്കുമാണെന്ന് പറയേണ്ടി വരും. പ്രതിസന്ധി ഘട്ടത്തിൽ പാറ പോലെയാണ് എല്ലാവരും ഉറച്ചുനിന്നത്. രണ്ടാം ഇന്നിംഗ്സിൽ രോഹൻ കുന്നുമ്മൽ, അക്ഷയ് ചന്ദ്രൻ, സച്ചിൻ ബേബി, സൽമാൻ നിസാർ, മുഹമ്മദ് അസറുദ്ദീൻ തുടങ്ങി എല്ലാവരും മികച്ച സംഭാവനകൾ നൽകി. അഞ്ചാം ദിനം അവസാനിക്കുമ്പോൾ 6 വിക്കറ്റ് നഷ്ടത്തിൽ 295 റൺസിൽ എത്തിച്ചത് ഇവരുടെ കൂട്ടായ പ്രയത്നമാണ്. എങ്കിലും ഈ കൂട്ടത്തിൽ സ്പെഷ്യൽ മെൻഷൻ അർഹിക്കുന്നത് ആദ്യ ഇന്നിംഗ്സിലെ മികച്ച സ്കോറുമായി അത്ഭുത ഇന്നിംഗ്സുമായി തിളങ്ങിയ സൽമാൻ നിസാറാണ്. നേരത്തെ ആദ്യ ഇന്നിംഗ്സിൽ 11 റൺസിന് 3 വിക്കറ്റ് എന്ന നിലയിൽ നിന്നും തകർന്ന കേരളത്തെ സൽമാൻ നിസാറാണ് രക്ഷിച്ചെടുത്തത്. വാലറ്റത്തെ കൂട്ടുപിടിച്ച് സെഞ്ചുറി അടക്കം നേടിയ സൽമാന്റെ മരണമാസ് ഇന്നിംഗ്സ് രഞ്ജി ട്രോഫി ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച ഇന്നിംഗ്സ് കൂടിയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചരിത്ര നേട്ടം തന്നെയാണ്. പേരിന് പോലും ഒരു ഇന്ത്യൻ താരം കേരള ടീമിലുണ്ടായിരുന്നില്ല. ഇന്ത്യൻ സീനിയർ ടീമിന് വേണ്ടി കളിക്കുന്ന സഞ്ജു സാംസൺ ആകട്ടെ ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിൽ പരിക്കേറ്റ് രഞ്ജിയിൽ നിന്ന് പിന്മാറുകയും ചെയ്തിരുന്നു. ഇനി ഈ മാസം 17-ന് ആരംഭിക്കുന്ന സെമി ഫൈനലിൽ ഗുജറാത്താണ് കേരളത്തിന്റെ എതിരാളികൾ. ക്വാർട്ടർ ഫൈനലിൽ സൗരാഷ്ട്രയെ ഇന്നിംഗ്സിനും 98 റൺസിനും തോൽപ്പിച്ചാണ് ഗുജറാത്ത് സെമി ഫൈനലിൽ കടന്നിട്ടുള്ളത്. ഗുജറാത്തും കടന്ന് ശേഷമുള്ള ഫൈനൽ കടമ്പയും കടന്ന് കേരളത്തിന് കിരീടം നേടാനായാൽ 91 വർഷത്തെ രഞ്ജി ട്രോഫി ചരിത്രത്തിലെ കേരളത്തിന്റെ ആദ്യ കിരീടം കൂടിയാകും അത്. ഇക്കുറി രഞ്ജി ട്രോഫി കിരീടം കേരളത്തിന്റെ മണ്ണിൽ എത്തുമോ എന്ന് ഇനി കാത്തിരുന്ന് കാണാം.